ഫ്രണ്ട്സ്, ഇന്ന് നമ്മള് ടയർ കൊണ്ട് ഒരു അക്വേറിയം ഉണ്ടാക്കാണ്. നമ്മൾ കുറെ നാളായി അക്വേറിയം ഉണ്ടാക്കിയേക്കാണ്. അപ്പൊ നമ്മുടെ മുന്നത്തെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നല്ല സപ്പോർട്ട് തന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ഉണ്ടാക്കണേ. അപ്പൊ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അക്വേറിയം വീഡിയോ ആണ്. കുറച്ച് ചെറിയ ഫൗണ്ടൈൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്കൊരു ടയർ വേണം. അതിൽ ഈ കാണുന്ന സ്ഥലത്ത് നമ്മളൊരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യാണ്. നമ്മളൊരു സാധാ കത്തിയാണ് എടുത്തേക്കണം. അതിൽ നമ്മളൊരു തുമ്പ് ഇങ്ങനെ മുറിഞ്ഞ് കിട്ടിയാൽ നമുക്ക് എളുപ്പം അത് മുറിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സൂക്ഷിച്ച് ഇങ്ങനെ മുറിക്കുക. സൂക്ഷിച്ചൊക്കെ മുറിക്കണം, കൈയൊന്നും കൊണ്ട് കൈ മുറിക്കരുത്. അപ്പോൾ കുട്ടികളാണെങ്കിൽ പാരൻസിൻ്റെ ഗൈഡൻസോടെ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഒരു സൈഡ് ഏകദേശം മുറിച്ച് കയറായിട്ടുണ്ട്. നമ്മളിപ്പോൾ മുറിച്ച് കഴിഞ്ഞിട്ട് അത് മാറ്റാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ആ കമ്പിയുള്ള ഭാഗത്തോട് ചേർന്ന് നമുക്ക് മുറിക്കാം. ഇതിങ്ങനെ തന്നെ നമ്മൾ ചെയ്യണത്. നമ്മൾ ഇനി ഇതിൻ്റെ അകത്തൊരു നെറ്റ് വെക്കുന്നുണ്ട്. അപ്പോൾ ആ നെറ്റ് കൃത്യം ഒരേ ലെവലിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളൊരു ഫ്ലാറ്റ്നെസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മുറിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത ടയർ ഒരു ചാക്കിലും പേപ്പറിലൊക്കെ വെച്ചിട്ട് നമുക്കതിൽ സിമെൻറ്റ് ചെയ്യാം. അപ്പം ഞങ്ങൾ ഏകദേശം ഈക്വൽ എമൗണ്ടിലാണ് സിമെൻറ്റും മണലും മിക്സ് ചെയ്യണേ. എന്നിട്ട് നന്നായി വെള്ളമൊക്കെ ഇട്ട് നമ്മളൊരു കൊലരൊക്കെ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഏകദേശം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് നേരെ നമ്മുടെ ടയറിൻ്റെ ബേസിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ആ ലെയറൊന്ന് പരത്തി എല്ലായിടത്തേക്കും ഒന്ന് എത്തിക്കാം. എന്നിട്ട് കുറച്ചുകൂടിയും ഇട്ടിട്ട് അത് ഫുള്ള്, അതിൻ്റെ ബേസ് ഫുള്ള് ഏകദേശം കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഗ്രീൻ നെറ്റ് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രീൻ നെറ്റിന് പകരം കമ്പിയൊക്കെ ഇടാവുന്നതാണ്. എന്നിട്ട് അതിൻ്റെ മേലെ സിമെൻറ്റ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സിമെൻ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി സിമെൻറ്റ് കൊണ്ടുള്ള ചാന്ത് നമുക്ക് അതിൻ്റെ മേലെ അടിക്കാം. മെയിനായിട്ട് ലീക്കൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാന്ത് അടിക്കണേ. ഞങ്ങളൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് അത് എല്ലായിടത്തേക്കും അടിക്കണേ. ഇപ്പോൾ നമ്മൾ ചാന്തൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വെള്ളം നിറച്ചിടണം. വല്ല ലീക്കുണ്ടോ എന്നൊക്കെ നമുക്ക് ഇതിൽ നോക്കാം. ഇത് നമ്മളൊന്ന് വെള്ളം നിറച്ചിടണം, എന്നാലേ സിമെൻറ്റിൻ്റെ വല്ല പുളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് പോവുള്ളൂ. നമ്മൾ വെള്ളം പറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ പ്രൈമർ അടിക്കാം. നമ്മൾ പ്രൈമർ അടിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ കയ്യിലൊരു അക്വ ബ്ലൂ എന്ന് പറഞ്ഞൊരു പെയിൻറ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പിടിച്ചിരിക്കാനും പെയിൻറ്റ് കീറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ അടിക്കണേ. ഞങ്ങളിപ്പോൾ ഇവിടെ എക്സ്റ്റീരിയർ പ്രൈമറാണ് അടിക്കണേ. അതിൻ്റെ ടയറിലും ഞങ്ങൾ അടിക്കുന്നുണ്ട്. ജസ്റ്റ് അടിക്കുക. നമ്മൾ പ്രൈമറൊക്കെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അക്വ ബ്ലൂ എന്ന് പറഞ്ഞ ആ പെയിൻറ്റ് അടിക്കാം. നമ്മൾ കുറേ അക്വേറിയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സാധാ ഇനാമൽ പെയിൻറ്റിനായിട്ട് നല്ലത് അക്വ ബ്ലൂ ആണ്. അത് നമ്മൾ പെയിൻറ്റ് കടയിൽ പോയി ചോദിച്ചാൽ അക്വേറിയത്തിൽ അടിക്കണ പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ എടുത്തരുന്നതാണ്. അപ്പോൾ പെയിൻറ്റൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വെള്ളം നിറച്ചിടാം. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലൊരു ചെറിയൊരു ഫൗണ്ടൈൻ സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഞങ്ങൾ എടുത്തിരിക്കുന്ന ടയറിൻ്റെ ഡയമീറ്ററും അതിലകത്ത് കൃത്യം കൊള്ളാവുന്ന രീതിയിലാണ് ഞങ്ങൾ ഈ PVC കട്ട് ചെയ്തേക്കണേ. അതിൽ ഞങ്ങൾ 2 എൽബോല് വെച്ചിട്ടാണ് അത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഞങ്ങൾ അതിലൊരു ലൈൻ വരച്ചിട്ട് ഒരു 15 ഓട്ടയോളം ഞങ്ങളൊരു ഡ്രില്ല് ഉപയോഗിച്ച് തുളയ്ക്കുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ ഓട്ടയും ഒരേ ലൈനിൽ തന്നെ തുളയ്ക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഫൗണ്ടൈൻ പല രീതിയിലായിട്ട് സ്പ്ലിറ്റ് ആവുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഹോളൊക്കെ തുളച്ചിട്ടുണ്ട്. ഇനി ഞങ്ങളിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ സെറ്റപ്പിലാണ് ഞങ്ങൾ ഫൗണ്ടൈൻ ഉണ്ടാക്കണേ. അപ്പോൾ നമ്മൾ ഈ എൽബോയിലൊക്കെ കുറച്ച് സിലിക്കോൺ വെച്ച് ഒട്ടിക്കുക. ഇനി ഞങ്ങൾ ആ മോട്ടറിൻ്റെ പൈപ്പ് ഒരു PVC കൂടെ കയറ്റിയിട്ട് അത് വാട്ടർ പ്രൂഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് തെർമോക്കോളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി സിലിക്കോൺ വെച്ച് ഒട്ടിക്കുകയാണ്. അപ്പോൾ വെള്ളം ഒരിക്കലും റിവേഴ്സ് ചെയ്ത് അതിൽക്കൂടെ ഇറങ്ങിപ്പോവില്ല. സിലിക്കോൺ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക ചുറ്റും. ഇനി നമ്മുടെ ഫൗണ്ടൈൻ്റെ രണ്ടാമത്തെ ലെഗിലെ ബേസിൽ നമ്മളൊരു തെർമോക്കോൾ കയറ്റി ഒട്ടിക്കുകയാണ്. സിലിക്കോൺ വെച്ച് നല്ല രീതിയിൽ ഒട്ടിക്കുക. ഇനി നമുക്ക് ഇതിലത്തെ വെള്ളം ഒന്ന് മാറ്റാം. ഇനി പെയിൻറ്റിൻ്റെതായ വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ അത് പൊക്കോളും.
നമ്മൾ വെള്ളമൊക്കെ വറ്റിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കിയ ഫൗണ്ടൈൻ നമ്മൾ അതിൽ ഇറക്കി വയ്ക്കാം. അതിനു മുമ്പ് നമ്മൾ കുറച്ച് വെള്ളം നിറയ്ക്കണം. ഞങ്ങളിവിടെ കിണർ വെള്ളമാണ് നിറയ്ക്കണേ. അപ്പോൾ നല്ല രീതിയിൽ നല്ല വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫൗണ്ടൈൻ നമ്മുടെ ടാങ്കിലേക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓൺ ചെയ്യാം. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഇത് മനോഹരമാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമുക്ക് നല്ല നല്ല ഭംഗിയുള്ള കല്ലുകളൊക്കെ ഇടാം. ഇനി നമ്മൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് ചെടികളൊക്കെ ഇതിലിടാണ്. നമ്മുടെ ഫൗണ്ടൈൻ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. നന്നായി പതഞ്ഞിട്ടൊക്കെ നല്ല ഭംഗിയായിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏറ്റവും നമ്മുടെ പ്രധാന കാര്യം നമ്മുടെ മീനുകളെ ഇതിൽ നമുക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഗപ്പികളും പിന്നെ ഒരു ചെറിയ സീബ്ര എന്ന് പറഞ്ഞ മീനൊക്കെയാണ് നമ്മളിതിൽ ഇടണേ. അപ്പോൾ നമ്മുടെ അക്വേറിയം എങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ചെറിയൊരു RGB സ്ട്രിപ്പും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി വെക്കാം. അക്വേറിയം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നീട് വിലയേറിയ പ്രദേശങ്ങളും വീഡിയോ താഴെ കമന്റ് ചെയ്യുക. പിന്നെ വെബ്സൈറ്റിന് ഫേസ്ബുക്ക് പേജിന് ലിങ്ക് ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കയറി ഒന്ന് ഫോളോ ചെയ്യേണ്ടതാണ്. ഇതേപോലെയുള്ള പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലെ ഒരു പുതുപുത്തൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്.